എന്നാ നമുക്ക് തുടങ്ങാം. Leans over to you. മീര അൺമ്യൂട്ട് ആണേ. Let us start. Leans, you can start now. Thanks, everyone. Welcome to World Malayali Council Far East Asia and Australia Women's Forum International Women's Day celebration. Namaskaram, Swagatam. Wishing you all a very happy International Women's Day. It's my pleasure to welcome everyone on behalf of WMC Women's Forum, and I'm so glad to see you all here. Our program is supported by Veera Jewellers, by Ms. Lima Vijay and Ms. Rashmi Sajjan at Sydney, Australia. They're offering 25% discounts for all our WMC members and viewers of this program until this month end. So please do visit. Now I invite Mrs. Deepa Nair, President of WMC Far East Asia and Australia Women's Forum, to address the event. Over to you, Deepa. Hi, who's supposed to be speaking now? Meera, are you there? Meera will be playing the video soon.
Hello, everyone. Sorry, I'll just jump in. I don't know what happened at Mira's end. Mira video play now. I tried to reach out to Mira. Sorry. So what I'll do is I'll just come on live. So എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. WMC ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ വുമൻസ് ഫോറം നടത്തുന്ന ഈ വനിതാ ദിന ആഘോഷത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ അടുത്തിടെയാണ് ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയനിൽ ഒരു വുമൻസ് ഫോറം രൂപീകരിച്ചതും പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം WMC വുമൻസ് ഫോറത്തിന്റെ ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ വുമൻസ് ഫോറത്തിന്റെ ആദ്യത്തെ വലിയ ഇവന്റ് ആണ് ഇത്. സോ പല കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. സോ അത് പൊറുക്കണം. ഈ വനിതാ ദിനത്തിൽ തന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ ഈ വലിയ പരിപാടി ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ടീം അംഗങ്ങളെല്ലാം വളരെ എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ ബ്രീഫായിട്ട് പറയാം. ഇന്ന് ഒത്തിരി ടോക്സ് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. UN ഇന്റർനാഷണൽ വുമൻസ് ഡേ ഈ കൊല്ലത്തെ തീം ബ്രേക്ക് ദ ബയാസ് ആണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ജെൻഡർ ഈക്വാലിറ്റിനെ കുറിച്ചിട്ടും അതിലേക്ക് എത്തിച്ചേരാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നമ്മളുടെ ഓരോ ആളുകളുടെയും റെസ്പോൺസിബിലിറ്റീസ്, അതേപോലെ തന്നെ ആ മാർഗത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോക്സ് നമ്മൾ ഇന്ന് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ടൈം എടുക്കുന്നില്ല. ആൻഡ് സോറി അഗെയിൻ ഫോർ ദ ഡിലേ ആൻഡ് ഓൾ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് ഫസ്റ്റ് ഇവന്റ് ആണ്. ആൻഡ് വി ആർ എക്സ്പീരിയൻസിങ് സം ടീച്ചിങ് പ്രോബ്ലംസ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ് വേണം ഞങ്ങൾക്ക്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ്. ആൻഡ് നമുക്ക് 1 മിനിറ്റ് സൈലന്റ് പ്രയറോട് കൂടിയിട്ട് നമുക്ക് പരിപാടികളിലേക്ക് കടക്കാം. ലീൻസ് ജോസഫ് ഫ്രം സിംഗപ്പൂർ ഈസ് MC for this event today. Over to you, Leens. Thank you, Deepa. Now, may I invite any of the global leaders here to say a few words today? നമുക്ക് തങ്കമണി ചേച്ചി ഗ്ലോബൽ വുമൻസ് ഫോറം ചെയർമാൻ ആണ്. തങ്കമണി ചേച്ചി ഒരു മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ചേച്ചി അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടഡാ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് മാർച്ച് 8 പ്രോഗ്രാം ബഹുമാന്യരായ 3 മഹത് വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് 3 പേർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതുപോലെ നമ്മുടെ ഇത് രൂപീകരിച്ചിട്ട് വിമൻസ് ഫോറം രൂപീകരിച്ചിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. അതിന്റെ പ്രസിഡന്റ് ദീപ സുജിത്, സെക്രട്ടറി സുധാ മേനോൻ, അതുപോലെ ട്രഷറർ സംഗീത സജിത്ത്, അവർക്കെല്ലാം പ്രചോദനമായി നിൽക്കുന്ന ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ചെയർമാൻമാരായ ഇഫ്രാൻ മാലിക്, മിസ്റ്റർ രാജീവ് നായർ, അവിടുത്തെ ചെയർമാൻ അജോയ്, പ്രസിഡന്റ് സന്തോഷ് നായർ, സെക്രട്ടറി കിരൺ, മറ്റുള്ള എല്ലാ ഭാരവാഹികളും ഭാരവാഹികൾക്കും എൻ്റെ അഭിനന്ദനങ്ങളും. ഇതിനു വേണ്ടി ഈ നമ്മുടെ സ്ത്രീകളെ മുന്നോട്ട് വരുന്നതിലേക്ക് വേണ്ടി അവർക്കൊരു താങ്ങും തണലുമായി നിൽക്കുന്ന പുരുഷന്മാരായ നമ്മളുടെ മെമ്പർമാർക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായി എൻ്റെ നന്ദി ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, മാർച്ച് 8 ഇന്ന് വനിതാ ദിനമാണ്. വനിതകൾക്ക് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ വനിതകളുടെ അവകാശങ്ങൾ എന്താണ്, അവർക്ക് ആ അവകാശങ്ങൾ എങ്ങനെ നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയും
അല്ലെങ്കിൽ എങ്ങനെ അവർ ഈ അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന ഒരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് ഈ മാർച്ച് 8 വനിതാ ദിനം നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പിൻകാലം നമുക്ക് ഒന്ന് പിറകോട്ടൊന്ന് പോയി നോക്കാം. നമ്മളുടെ 1857 ആദ്യമായി അമേരിക്കയിലെ ഒരു ഫാക്ടറിയിൽ സ്ത്രീകൾ അവകാശത്തിനും അംഗീകാരത്തിനും അടിച്ചമർത്തലിനെതിരായിട്ട് സമരം നടത്തി. പക്ഷേ നമുക്കൊരു വനിതാ ദിനം പ്രഖ്യാപിക്കുന്നത് 1910 എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ 60 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് വനിതകൾക്ക് ഒരു അംഗീകാരമായി ഒരു ദിനം നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു നോക്കണം. പുരുഷനോടൊപ്പം തുല്യ ജോലിയാണ്, അതേ ജോലി സ്ത്രീ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് കൊടുക്കുന്നത് പകുതി ആണ് ശമ്പളം. ഇന്ന് ഇവിടെ വെട്ടാനും കിളയ്ക്കാനും കിണർ ഒഴിക്കാനും സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ പുരുഷനോടൊപ്പം ശക്തിയും ആർജവും സ്ത്രീകൾക്കുണ്ട്. പക്ഷെ അത് അംഗീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മുടെ ഈ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാം അത് അംഗീകരിക്കപ്പെടുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇന്ന് ഇവിടെ വിവാഹ കമ്പോളത്തിൽ സ്ത്രീ ഒരു വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് സുരക്ഷിതത്വ ഇല്ലായ്മ, തുല്യവേതനം, ഇനിയും നമുക്ക് തുല്യവേതനം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ നേടിയെടുക്കണം, അതിലേക്കായി നമ്മൾ പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ വനിതാ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഓർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് തങ്കമണി ചേച്ചി. നമ്മളോട് കൂടെ ഇന്ന് രാജീവ് നായർ സർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. രാജീവ് ജി ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതെല്ലാം സ്ത്രീകളുടെ പ്രോഗ്രാമാണ്, അതുകൊണ്ട് നമ്മള് ഒരു റോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഏതായാലും എല്ലാവർക്കും ഇന്ന് ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. തങ്കമണി മാഡം പറഞ്ഞ പോലെ സ്ത്രീകൾ മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ട ഒരു കാര്യം, അക്കാഡമിക്കലി നമ്മൾ ഓരോ പ്രാവശ്യം സ്കൂളിന്റെ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്കവാറും കാണുന്ന ഫ്രണ്ട് പേജിൽ കാണുന്ന ഫോട്ടോകൾ മുഴുവൻ സ്ത്രീകളുടെ, കുട്ടികളുടെയാണ്. പക്ഷെ നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കോർപ്പറേറ്റ് ലാഡറിന് മേളിൽ ചെല്ലുമ്പോൾ അവിടെ എത്ര പേര് എത്തുന്നുണ്ട്? അത് എന്തുകൊണ്ടാണ് എത്താതിരിക്കുന്നത്? അത് രണ്ടു തരത്തിലാകാം. ഒന്ന്, ആൾക്കാർ ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്തതാകാം. രണ്ടാമത്, ആൾക്കാര് പ്രയോറിറ്റീസ്, അവരുടെ പഠിത്തം കഴിയുമ്പോൾ അവരുടെ പ്രയോറിറ്റീസ് മാറുന്നതുകൊണ്ടാകാം. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ്, ഈ നല്ല മാർക്കോടെ പാസ്സായി വരുന്ന കുട്ടികൾ, ഗേൾസ്, അവരും കുറെ കൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് മാനേജ്മെന്റ് പഠിച്ച് അവരും ഗ്രോ ചെയ്യണം. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ, കേരളത്തിൽ ഇപ്പം എനിക്കൊന്ന് 5 or 6 ജില്ലയിലെ കളക്ടർമാർ സ്ത്രീകളാണ്. സോ വി ആർ ഗ്രോയിങ്, ബട്ട് ദെൻ വി നീഡ് ടു പ്രോബ്ലി ഫാസ്റ്റ് പേസ് ദ ഹോൾ തിങ്. അടുത്ത വർഷം ഇതിലും നല്ല കൂടുതൽ ആൾക്കാരെ നമുക്ക് സ്ത്രീകൾ മുന്നിൽ കടന്നു വരുന്ന കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് രാജീവ് ജി. നമ്മളോടൊപ്പം ജാനറ്റ് വർഗീസ്, പ്രസിഡന്റ് ഓഫ് ഗ്ലോബൽ വുമൻസ് ഫോറം ജോയിൻ ചെയ്തിട്ടുണ്ട്. ജാനറ്റ് ചേച്ചി 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഓസ്ട്രേലിയ റീജിയൻ, ഫാർ ഈസ്റ്റ് റീജിയൻ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ എല്ലാവർക്കും, അതിലുള്ള എല്ലാ മെമ്പേഴ്സിനും, പ്രത്യേകം വുമൻസ് ഫോറത്തിന്റെ പേരിൽ, പ്രസിഡന്റ് എന്ന പേരിലും എല്ലാവർക്കും അനുമോദനങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മളുടെ വൺ ഓഫ് ദ സീനിയർ ഫാർ ഈസ്റ്റിലെ ലീഡർ ഇർഫാൻ Malik also has joined with us. Irfan, please say a few words to us. Thank you, Deepa. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ആൻഡ്
International Women's Day. And special ആശംസകൾ to all the ladies and globally എല്ലാ Malayali women, എല്ലാ women as well and girls as well. It's a special day. In fact, in the fourth event today. I just came back from the city as well, just a short while back. So it's a special day, and I'm really pleased that Far East region and Australia region in the Women's Forum has taken this initiative. And with the theme from UN, break the bias, but also focus on sustainable tomorrow. I strongly believe, women entrepreneurship, women leadership not only creates a huge impact, commercially as well, but also what I call social impact it drives as well. So I strongly believe in that. So I look forward to these kinds of forums to continue to create the awareness, drive, and accelerate some of this change that we're seeking for, and also help more women folk to adopt, these pathways as well. So I'm looking forward, and more power to all of you, and more, glory to all of you, and really look forward to more support as well. So thank you again for having me. Wishing you all the best for this event as well. Thank you. Thank you so much, Irfan. Far East Asia and Australia Women's ഫോറത്തിന്റെ മെയിൻ നമ്മള് പ്ലാനിങ് എല്ലാം ഇത് തന്നെയാണ്. ഇതുപോലുള്ള വളരെ മീനിങ് ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുക മൂവിങ് ഫോർവേഡ്. സോ താങ്ക് യു സോ മച്ച് ഇർഫാൻ ഫോർ ഓൾ യുവർ സപ്പോർട്ട്. മച്ച് അപ്രീഷിയേറ്റ്. ഞാൻ TP വിജയൻ സാർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. TP വിജയൻ സാർ WMC ഗ്ലോബൽ പ്രസിഡന്റ് ആണ്. നമസ്കാരം ചേട്ടാ. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ദീപാജി. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആഗോള വനിതാ ദിന ആശംസകൾ. വിമൻസ് ഫോറത്തിന്റെ ഗ്ലോബൽ ചെയർപേഴ്സൺ ഉണ്ട്, തങ്കമണി ദിവാകരൻ മാഡം, അതുപോലെ തന്നെ ജാനൽ വർഗീസ് മാഡം, പിന്നെ വിമൻസ് നിങ്ങളുടെ തന്നെ കളീഗ്സ് ആയിട്ടുള്ള മിസ് ലീൻസ് ജോസഫ്, മീര, ഇവരെയൊക്കെ കാണുന്നുണ്ട് പേരുകൾ. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഫാർ ഈസ്റ്റിന്റെ നേതാക്കളായിട്ടുള്ളതും ഒക്കെ നമ്മുടെ ഗ്ലോബൽ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ രാജീവ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഇർഫാൻ ജി, അതുപോലെ തന്നെ റീജിയൻ നേതാവായിട്ടുള്ള അലക്സ് രാജൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂത്തിന്റെ ഒരു ശ്രീരത്നം, നമ്മളുടെ വളരെ ആക്റ്റീവായിട്ടുള്ള അഡ്വക്കേറ്റ് സീമയുണ്ട്. എല്ലാവർക്കും അതുപോലെ തന്നെ യോഗത്തില് ചേർന്നിട്ടുള്ള ഫാർ ഈസ്റ്റിന്റെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള എല്ലാ പുതിയ വിമൻസ് ഫോറം അംഗങ്ങൾക്കും ആശംസകൾ ഒരിക്കൽ കൂടി. ആദ്യമായിട്ട് ഇങ്ങനെ ഈ റീജിയനിൽ ഒരു പുതിയ സെറ്റപ്പ് തുടങ്ങിയത് വളരെയധികം സന്തോഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഈ റീജിയൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണെന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ എല്ലാത്തിനും കാരണക്കാരും അല്ലെങ്കിൽ അതിനുള്ള ആ നേതൃഘടകമാണ് അതിനൊക്കെ ഒരു നിദാനമായിട്ട് നമുക്ക് കാണേണ്ടത്. അതില് എല്ലാ ടോപ്പ് ലീഡേഴ്സിനെ അതിന് പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് ഗ്ലോബൽ തലത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും അത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് വിമൻസ് ഫോറം എന്ന് മാത്രമല്ല, അത് യൂത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മലയാളം മിഷന്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മലയാള കവിതാ മത്സരങ്ങളുടെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അക്കാഡമിയുടെ കാര്യമോ അല്ലെങ്കിൽ നമ്മളുടെ പൊതുവായിട്ടുള്ള പ്രോഗ്രാമുകൾ, ഗ്ലോബൽ പ്രോഗ്രാമുകളുടെ ഒക്കെ ഒരു പ്രത്യേക ലീഡർഷിപ്പ്, ഓണത്തിൻ്റെയൊക്കെ നിങ്ങളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഇർഫാൻ ജിയുടെ നേതൃത്വത്തിൽ നടന്ന അതിൻ്റെ ഏറ്റവും ലീഡ് റോള് ഫാർ ഈസ്റ്റ് ഓസ്ട്രേലിയൻ ഫാർ ഈസ്റ്റ് റീജിയൻ ആയിരുന്നു അതിനകത്ത് ലീഡ് റോൾ എടുത്തതും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ ഓണം ആ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഈ വിമൻസ് ഫോറം നിങ്ങൾക്ക് ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഒരു പുതിയ ഉണർവോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പിലേക്ക് ഓസ്ട്രേലിയ, ഫാർ ഈസ്റ്റ് ആൻഡ് ഓസ്ട്രേലിയ പോകുന്നു എന്നാണ് കാണുന്നതിൽ ഗ്ലോബൽ നേതൃത്വ നിരയിൽ ഉള്ളവർക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ
ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മുടെ എന്താ പറയുക, നമ്മളുടെ സംഘടനയെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. വിമൻസ് ഫോറത്തിൻ്റെ തന്നെ നേതൃത്വ നിരയിൽ ഗ്ലോബൽ തലത്തിൽ 2 മഹാരത്നങ്ങൾ അതിനെ ലീഡ് ചെയ്യുന്നിടത്തോളം ഇന്ത്യയിലായാലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലും അമേരിക്കയിലും ഒക്കെ ഭയങ്കര ഒരു കുതിപ്പാണ് അതിൽ നടക്കുന്നത്. അത് നമുക്ക് ഏറെ നമ്മൾക്ക് പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറെ സന്തോഷജനകമായിട്ടുള്ള കാര്യം. നമ്മളുടെ സംഘടനയ്ക്ക് ഈ നീക്കം തീർച്ചയായിട്ടും സഹായിക്കാം. കാരണം വനിതകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില മേഖലകളിൽ, അവർക്ക് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില മേഖലകളിൽ അവർ സംഘടനയും അതുപോലെ അതിലൂടെ പൊതു സമൂഹത്തെയും സഹായിക്കുമാറാവുന്ന പല എന്താ പറയുക പല പ്രോഗ്രാമുകളും ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ തന്നെയാണ് നിങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നോക്കേണ്ടത് ഇപ്പം ഇനി അങ്ങോട്ടുള്ള പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്ലോബൽ ലീഡേഴ്സും ആയിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടും നമുക്ക് ആവശ്യപ്രദമായിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ള ചില കാര്യപരിപാടികൾ തയ്യാറാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ വനിതാ ദിനത്തിൽ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നൽകിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ അവസരവും തന്ന നേതൃത്വത്തിന് ഹൃദയം നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാപ്പി വിമൻസ് ഡേ അല്ല പറയേണ്ടത്, അമ്മയെ വന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മളിവിടെ അജോയ് ജി ചേർന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അജോയ് ജി നമ്മളെ ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ ചെയർമാൻ ആണ്. അജയ് ജി ഒരു 2 വാക്ക് നമ്മളോട് ഷെയർ ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു വുമൻസ് ഡേ എന്ന് പറയുന്നത് ആവശ്യമുണ്ടോ എന്നുള്ളത്. കാര്യം വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ വുമൻസിന്റെ ഡേ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ രാവിലെ ചായ എണീക്കുമ്പോൾ ചായ തരുന്നത് തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇടയ്ക്കുള്ള കാപ്പി, കടി, ഇതെല്ലാം നമ്മൾക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ പെങ്ങളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന്, അമ്മയുടെ കയ്യിൽ നിന്നാകാം. അപ്പം എല്ലാ ദിവസവും ലേഡീസിന്റെ ഡേ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ആഘോഷത്തിന്റെ കാര്യം ഒരുപക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇന്ന് ഒരു വലിയ ദിനം, അല്ലെങ്കിൽ ലേഡീസിന്റെ വുമൻസ് ഫോറത്തിന്റെ ഒരു ദിനം ആഘോഷിക്കാൻ നേതൃത്വം കൊടുത്ത വേൾഡ് മലയാളി കൗൺസിൽ, ഫാർ ഈസ്റ്റ് ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ വുമൻസ് ഫോറത്തിന്റെ എല്ലാ നേതാക്കളെയും എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. ഒരു നല്ല വനിതാ ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് അജയ്. ഇനി നമ്മൾക്ക് പരിപാടികളിലേക്ക് കടക്കാം. ലീൻസ, can you please take over? Thank you. Okay. Thank you, Deepa. Thank you, all the global leaders. Now, let us welcome our first guest speaker this evening, Mrs. Lissy Treza from Melbourne, Australia. Mrs. Lissy Treza, the founder of Karunya Counseling Private Limited, is a senior social worker with over 30 years of experience in various professional social work practice fields. Mrs. Lissy Treza holds the role of the inaugural director of Professional Standards Division and Safeguarding Children and Vulnerable Persons, Department of Syro Malabar of St. Thomas the Apostle, Melbourne, Australia. Welcome, Ms. Lissy Treza. Thank you, Leens. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഓക്കെ, താങ്ക് യു. എനിക്കൊരു 7 minutes ആണ് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്, അധികം സമയം എടുക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ വിഷയത്തിനോടനുബന്ധിച്ച് തന്നെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ജെൻഡർ ഈക്വാലിറ്റി, ഈക്വൽ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അത് നമ്മൾ സ്ഥിരമായും കേട്ടോണ്ടിരിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കോണ്ടെക്സ്റ്റില് ഇന്ന് ഈ സബ്ജക്ട് മാറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മുടെ വനിതാ ദിനത്തില് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഐ ഓപ്പണർ, അത് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് ജെൻഡർ ഇക്വാലിറ്റി? ഇറ്റ്സ് വെൻ
all genders have equal rights, equal responsibilities, and equal opportunities. അത് കേൾക്കാൻ വളരെ സുന്ദരമായിട്ടുണ്ടെങ്കിലും സംടൈംസ് അത് യാഥാർത്ഥ്യമല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി നമ്മുടെ പ്രസന്റേഴ്സ് എല്ലാം അതിനെക്കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. സോറി ഭാരവാഹികള്. നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ കോണ്ടെക്സ്റ്റില് നമ്മുടെ ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചാല്, everyone need a place to live safe and equal in a safe and equal society, and we need an equal access to power, resources, and opportunities. Pinne we need to be treated with dignity, respect, and fairness. ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് അങ്ങനെ ഒരു ഈക്വാലിറ്റി എന്ന് പറയുമ്പോഴും അത് സംഭാവ്യമാണോ, അത് നമ്മുടെ വേൾഡിൽ അത് നടക്കുമോ എന്ന് തന്നെ നമ്മൾക്ക് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇരിക്കും? ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ആരൊക്കെയാണ് ജെൻഡർ ഇൻഇക്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എവ്രിവൺ ഈസ് അഫക്റ്റഡ് ബൈ ജെൻഡർ ഇൻഇക്വാലിറ്റി. അതല്ലേ റിയാലിറ്റി. സ്ത്രീകളും മാത്രമല്ല, പുരുഷന്മാരും കുട്ടികളും ഭിന്നശേഷിക്കാരും എല്ലാവരും, എല്ലാ ഫാമിലീസും പല രീതിയിലുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റി പല സമയങ്ങളിൽ അല്ലെ ചില സമയങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മളൊരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ ജെൻഡർ ഇൻഇക്വാലിറ്റിനെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ തന്നെയാണ് നമ്മളുടെ ഫാമിലിയിൽ തുടങ്ങിയിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് നമ്മളുടെ വേൾഡിൽ മുഴുവനും ഇൻഇക്വാലിറ്റി ഉണ്ടാക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും, സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കുട്ടികളും ഫാമിലിയും എല്ലാവരും ഉൾപ്പെടെ. കാരണം ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ്, സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയേഴ്സ്, പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ടാസ്ക്, അതുപോലെ തന്നെയുള്ള ബിഹേവിയേഴ്സ്, അതുപോലെ മെൻ, വിമൻ, ഗേൾ, ബോയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഇക്വാലിറ്റീസ് അത് നമ്മൾക്ക് വളരെ ഒബിയസ് ആണ്. നമ്മൾ എല്ലാവരും അതിൽ കൂടി രാവിലെ തുടങ്ങി കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല എങ്ങനെയാണ് എന്താണെന്നുള്ളത്. നമുക്കത് എക്സാക്ട്ലി കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ മുന്നിൽ. ഇപ്പൊ ഓസ്ട്രേലിയൻ കോണ്ടെക്സ്റ്റ് പറയുവാണെങ്കിൽ, ഇപ്പം കേരളത്തിലെ കാര്യം നേരത്തെ നമ്മളോട് സംസാരിച്ച അല്ലെങ്കിൽ ഭാരവാഹിയായിട്ട് സംസാരിച്ച തങ്കമണി ദിവാകരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞെന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്തു. നമുക്ക് സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കില്ല. അപ്പം വിമൻസ് ഇൻഇക്വാലിറ്റി ഇവിടെ ഓസ്ട്രേലിയയിലെ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ ബാരിയേഴ്സ്, എന്തൊക്കെയാണ് ഇവിടെയുള്ള ഇൻഇക്വാലിറ്റി? കാരണം നമ്മൾ പല സ്ഥലത്തും കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. ഇവിടെ എന്ത് ഇൻഇക്വാലിറ്റിയാണ് ഉള്ളതെന്ന് നമ്മളിൽ ചിലരെങ്കിലും സംശയിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോഴുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ജെൻഡർ പേ ഗ്യാപ്പ്. ആൾക്കാർക്ക് കിട്ടുന്ന സാലറിയിൽ സെയിം എഡ്യൂക്കേഷൻ, സെയിം ജോബ് ആണെങ്കിലും ഫീമെയിലും മെയിൽ പേ അല്ലെ സാലറി ടോട്ടലി ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പാണ് ഈ കൺട്രിയിൽ. പിന്നെ റിഡ്യൂസ്ഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഫീമെയിൽസ് ആണെങ്കിൽ അവർ പ്രഗ്നന്റ് ആകും, അവർ കല്യാണം കഴിക്കും, അവർക്ക് കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാതെ വരുന്നുണ്ട്. കെയറിംഗ് റെസ്പോൺസിബിലിറ്റീസും അതുപോലെയുള്ള ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസും എല്ലാം സ്ത്രീകളാണ് മജോറിറ്റി. ഏകദേശം 64% ഓഫ് അൺപെയ്ഡ് വർക്ക് റിലേറ്റിംഗ് ടു ഹൗസ് ഹോൾഡ് ചോസ് ആൻഡ് കെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ് അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഫീമെയിൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ കറന്റ് സ്റ്റാൻഡേർഡ്സ് കാണിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ ഫണ്ട്സിനെ കുറിച്ച്. നമുക്കെല്ലാവർക്കും സൂപ്പർ ആനിമേഷൻ ഉണ്ട്. ആ ഒരു സൂപ്പർ ഫണ്ട് മെയിൽ കൗണ്ടർ പാർട്സിനേക്കാളും 113,000 ലെസ് ആണ് ഒരു റിട്ടയർ ചെയ്യുന്ന ഫീമെയിൽ കൊളീഗിന് കിട്ടുന്നത്.
ഇപ്പൊ നിങ്ങളുടെ ഒരു ഫീമെയിൽ കൊളീഗ് ഉണ്ടെങ്കിൽ ഇത്രയും ഡിഫറൻസ് അവരുടെ സൂപ്പർ അന്വേഷണത്തിലുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞ് പോവർട്ടിയിലേക്ക് പോവാൻ സാധ്യതയുള്ളത് ഓസ്ട്രേലിയയിൽ എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഈ പേ ഡിസ്പാരിറ്റി മൂലമാണ് അത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. പിന്നെ അവരുടെ ലീവുകൾ, അവര് മെജോറിറ്റി ഓഫ് ദം ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അവരെല്ലാവരും പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. അപ്പൊ അവരുടെ പേയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സൂപ്പർ ഫണ്ട്സ് കുറയാനുള്ള സാഹചര്യം, ഇങ്ങനെ പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡിസ്പാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. One of the other issue, major issue, domestic and family violence, sexual assault, അല്ലെങ്കിൽ other violence and abuse issues ആണ് ഓസ്ട്രേലിയയിലുള്ളത്. അപ്പോൾ നമ്മൾ ആക്ച്വലി നോക്കുന്നത് ബാരിയേഴ്സ് ടു ജെൻഡർ ഇക്വാലിറ്റി ആണ്. ഏറ്റവും മേജർ ആയിട്ടുള്ള ബാരിയർ ആയിട്ട് ഗവൺമെന്റ് തന്നെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് വയലൻസ്, അബ്യൂസ്, നെഗ്ലക്ട് ഇഷ്യൂസ് ആണ്. അപ്പൊ അതിൽ ഡൊമസ്റ്റിക് വയലൻസും സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ് ഏറ്റവും ഹയസ്റ്റ് ഓൺ ദ സ്കെയിൽ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂവും കൂടി നമ്മൾക്ക് ഇവിടെയുണ്ട്. അപ്പം മറ്റ് ഇഷ്യൂസ്, ഇപ്പം അത് എല്ലാ കൺട്രിയിലും ബാധകമാണ്. കൾച്ചറൽ, റിലീജിയസ്, ഇക്കണോമിക്, വർക്ക് റിലേറ്റഡ് ഹരാസ്മെന്റ്സ്, അബ്യൂസ് ആൻഡ് വയലൻസ്, ഇതെല്ലാം എല്ലാ രാജ്യങ്ങളിലും എന്താ പറയാ ഉള്ള ഇഷ്യൂസ് ആണെങ്കിൽ കൂടി ഓസ്ട്രേലിയയിലും അത് പ്രസന്റ് ആണ്. ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിളും നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിളും അതിനിടയിൽ ഫീമെയിൽസ് പർട്ടിക്കുലർലി അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഈക്വാലിറ്റി, ജെൻഡർ ഇൻഇക്വാലിറ്റീസ്, അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മൾക്കുണ്ട്. ഇനി എന്താണ് സ്ട്രാറ്റജീസ്? ഓസ്ട്രേലിയയിൽ പർട്ടിക്കുലർലി എവറി 10 years നാഷണൽ പ്ലാൻസ് കൺസൾട്ടേഷൻ വരാറുണ്ട്. നമ്മൾ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പം കറന്റ്ലി നാഷണൽ പ്ലാൻ ടു എൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ 2022 to 2032, which is a 10-year plan. അതിന്റെ ഡ്രാഫ്റ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് അധികം വൈകാതെ വരുന്നതാണ്. അതിൽ ധാരാളം പ്രയോറിറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രയോറിറ്റി മാത്രം ഞാനിവിടെ പറയാം. അത് സപ്പോർട്ടിംഗ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് അഡ്രസ്സിംഗ് ദ കോംപ്ലെക്സ് ഇന്റർസെക്ഷൻ ഓഫ് ജെൻഡർ ഇൻഇക്വാലിറ്റി വിത്ത് അതർ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഇൻഇക്വാലിറ്റി ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അതാണ് വൺ ഓഫ് ദ കീ പ്രയോറിറ്റീസ്. അപ്പം ആ ഒരു കീ പ്രയോറിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് അധികം വൈകാതെ തന്നെ ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അഡ്രസ്സിംഗ് മെൻസ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ അക്രോസ് ഓൾ സെറ്റിംഗ്സ് ഇൻക്ലൂഡിംഗ് വർക്ക്, എഡ്യൂക്കേഷൻ, പബ്ലിക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കമ്മ്യൂണിറ്റി സ്പേസസ് ആസ് വെൽ ആസ് ഹോം ആൻഡ് ഓൺലൈൻ. ഇതാണ് വേറൊരു പ്രയോറിറ്റി. ധാരാളം പ്രയോറിറ്റീസ് ഉണ്ട്. അതിന് 2 മാത്രമേ ഞാൻ ഇതിൽ ഈ പ്രസന്റേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പം മെൻസ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഈസ് അനദർ കീ പ്രയോറിറ്റി ഇൻ ഓസ്ട്രേലിയ. അപ്പൊ ആ 2 പർട്ടിക്കുലർ ഇഷ്യൂസ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ആണ് ഗവൺമെന്റ് ആക്ച്വലി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് അനദർ എക്സാമ്പിൾ. വിക്ടോറിയയില് ഇപ്പൊ കറന്റ്ലി സേഫ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി ഇൻ വിക്ടോറിയ അത് നടത്തുന്നുണ്ട്. അതില് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഓവർനൈറ്റ്. അതിന് നല്ലതുപോലെ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യണം, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, അതിനുശേഷം അതിനുവേണ്ട സ്ട്രാറ്റജീസ് ഐഡന്റിഫൈ ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും എല്ലാ ഓർഗനൈസേഷന്റെയും വർക്ക് പ്ലേസ്, യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, ഹോംസ്, വർക്ക് പ്ലേസസ്, എവ്രിവൺ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉള്ള സ്ട്രാറ്റജീസ് ആണ് വിക്ടോറിയയിൽ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ കീ പ്രയോറിറ്റി എന്താന്ന് ചോദിച്ചാൽ മോഡലിംഗ് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് സെറ്റിംഗ് ടാർഗറ്റ്സ് ഫോർ വിമൻസ് ലീഡർഷിപ്പ്. കാരണം വർക്ക് പ്ലേസിൽ ഉണ്ടാകാവുന്ന ഡിസ്ക്രിമിനേഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി സെക്ഷൽ ഹരാസ്മെന്റ്, വിമന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാതിരിക്കുന്നത്, വിമൻസ് ലീഡർഷിപ്പ് റോളിൽ വിമൻ വരുന്നതിന് വേണ്ടിയിട്ട് അവരെ മെന്ററിങ്, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട്സ്, അതുപോലെ വിമൻ എന്റർപ്രനർഷിപ്പ്
ഇങ്ങനെ പല ഏരിയാസിൽ വിമനെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ടാസ്കുകളും സ്ട്രാറ്റജീസുമാണ് കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതില് ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആൻഡ് ഫാമിലി വയലൻസ് സെക്ടറിൽ തന്നെ കറന്റ്ലി ഒരു ന്യൂ ലെജിസ്ലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അബൌട്ട് കൺസെന്റ്. അപ്പം കൺസെന്റിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ തുടങ്ങി യൂണിവേഴ്സിറ്റി തുടങ്ങി എല്ലാ മേഖലകളിലേക്കും കൺസെന്റ് എഡ്യൂക്കേഷൻ വ്യാപിപ്പിക്കാനാണ് ഗവൺമെന്റ് ഈ കറന്റ് ഇറ്റ് ഈസ് റീസെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണത്. അപ്പം അങ്ങനെ പല സ്ട്രാറ്റജീസ് ഇപ്പം ഓൾ സഡൻ നമുക്ക് എല്ലാം കൂടി ഷിഫ്റ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റില്ല. കൾച്ചറൽ ചേഞ്ച് ഈസ് നീഡഡ്, പക്ഷേ വി ഹാവ് ടു ഫോക്കസ് ഓൺ സ്മോളർ സ്ട്രാറ്റജീസ്. അതാണ് ഇപ്പൊ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. സോ finally, all of us have a role to play in promoting gender equality. But thank you very much. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ നന്മകളും നേരുന്നു. ഇതൊരു പുതിയ ഇനിഷ്യേറ്റീവ് ആണെന്ന് പറഞ്ഞു ഓൾറെഡി. അപ്പം WNCക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും പുതിയ ആക്ടിവിറ്റീസ് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വനിതാ ദിനത്തിന്റെ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. Thank you so much for your stimulating speech. I could see how much effort you have put into to create this strategy. Thank you. Thank you so much. You're welcome. So moving on, who I am is always changing. It is not because I am being fake, but because I'm always open to growth and transformation. Though life and lifestyles have changed, the essence of woman remains the same all through time. Ladies and gentlemen, our next item for the evening is a beautiful video from a group of lovely ladies from Sydney, Australia, titled The Unchanging Essence of a Woman. Sit back and enjoy. Why is the dog going up, Paul? You having cough now? No cough. You want the tablet, the green tablet? You have the tablets all. So you want to check? Okay. Sorry, can I please ask everyone to unmute your mic? Before the video starts, let me mention the names of the peoples in charge. The Unchanging Essence of a Woman, Then and Now by Simpson Production. Coordination and execution by Simi Santosh, Chantrika Sundar, Rose Siju Johnny, Priya Balan. Sorry, I was saying unmute. Apologies. Can everyone mute their mic? Looks like there's some difficulties in playing the video. Sorry for the delay. Let's heat up a bit before.
സോറി എവ്രി വൺ, ഒരു ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ അത് ഫിക്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ പ്ലീസ് ബെയർ വിത്ത് us. Leans, I think what we'll do is we'll skip that for the time being, and maybe you can, maybe we can invite our next speaker. Okay. 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 So sorry for the interruption. Now let us move on. Now I would like to introduce our second guest speaker this evening, Ms. Sangeeta Ramamurthy. Sangeeta Ramamurthy is a lawyer by profession and a counseling psychologist practicing as a counselor since 2014. And she is the daughter of late Dr. K.P. Ramamurthy, professor of medicine, diabetologist, and Dr. V.R. Malathi. So please join me in welcoming Ms. Sangeeta Ramamurthy to share her views on obstacles in achieving gender equality. Welcome, Sangeeta. Hello, am I audible? Yes. Yeah, thank you, Leans. Thank you so much. Thank you, Deepa. Good evening, one and all. First of all, I take this opportunity to thank Women's Malayali Council, Far East Asia and Australia for giving me this opportunity to share my views as a counselor on this Women's Day. Well, let me say a general scenario, because I cannot talk based on a specific area. I am born and brought up in Kerala, so I can talk about the general situations and the psychological hazards, or rather the psychological paradoxes that ladies are facing till date. I am saying this out of my experience as a counselor and also a lawyer. So first of all, it is true that gender bias does exist in all walks of life, but it is also true that for the past 40 years, women have made tremendous progress towards achieving their goals as part of
gender equality. See, it is not an overnight process because it takes a lot of time and effort. If we can say that gender equality is just the symptom of the disease. What I want to do is, I want to throw light on the diagnosis part, the root cause of why these confusions occur. I would like to say that since the patriarchal system has been in this world, maybe for around 3,000 years back, I would say, since the patriarchal times, specific roles and responsibilities have been assigned to women, especially as a homemaker and to take care of children, take care of the needs of the husband, and to be a woman, a homemaker in a perfect sense. So what has happened is, she has imbibed that role into her with so much of authenticity that now when things have slowly changed in the society and she is also asked to work because of the economic, what do you call, the economic stringency, because in a family which is having a husband, wife and kids, it is also important that both the spouses work for the family. So what happens is that the woman is facing incongruency between the real self and her ideal self. As a woman, she wants to be best and she wants to excel in both fields. But because of the constraints, she's having a difficulty because in the family, she's not getting proper support from the husband and the parents, and she is not able to excel well in her work. There, what happens is that the regressive attitudes of the superiors, colleagues, and peers, which always says indirectly, at least indirectly, that you have to do certain things so as to please and remain in your job. The job insecurity, that is what she's carrying inside. The insecurity of being part of the patriarchal system and the role of the insecurity there is taken over, carried over to her job field, where she's not in a position to differentiate the professional and the personal front. That is one incongruence which I have felt in many ladies with whom I have spoken. Second thing is the competitiveness that is there. Competitiveness is part of the culture because everybody, every boy and every girl, right from the childhood, it is taught that you have to compete to be victorious. That competitiveness is seen in her professional field where she wants to compete, but the fact that the regressive criticisms, accusations, and the putting down by the colleagues and the superiors for all her work that she does, she is not appreciated. Instead, she is always found fault with. So she has to keep on proving herself time and again to the public, whether in professional field or at home, that she is worth it. This particular strain of having to prove oneself time and again in front of the professional field and the family members is causing so much of tiredness and exhaustion for the woman. And she is feeling so defensive that every time, why can't they understand what all I'm doing for the family and then I have to go to work? I'm going to work only for the sake of family, let alone given a choice, she would choose otherwise. But this is a compulsive situation where she has to do everything. And then when she goes for work, she's facing lot of issues in the work front. As Madam Lizzie ma'am told just before about the sexual harassment, that is very much happening in Kerala scenario and Indian scenario as well, very badly. Because the sexual harassment is not only happening for sleeping with the person, but also regarding the inefficiency, which is so-called accusation put on the lady. So this, what happens is that
she is feeling this competition even with her husband back at home. When she reaches back and she wants to fall back on her husband and tell him and share her feelings, here what happens is that the husband is not ready to listen to her. He does not want to add on the role of a listener because he has his own tensions. And this particular aspect is causing aggression, anger in her to such an extent that she feels that her husband is also her competitor. Because of this, she develops hatred towards her boss as well as her husband, and she releases it in the most undesirable way. The most important factor which I have seen is the non-cooperation between women and women. Wherever in this Indian and Kerala setup, if you can see that a woman is heading a department, actually, given the fact that she is so much nurturing, she's so much loving, she's so much capable of taking decisions, and she has all the virtues, given that scenario, there should be absolute cooperation and wellness within the surroundings. But what is happening is woman and woman, when they join together, it somehow so pathetically happens that they become enemies of each other. And there, instead of holding hands together, what they are doing is they are competing with each other to prove who is better. This pathetic situation, if it continues, you can imagine, without any problem from the part of men or anybody, the patriarchy will succeed. Because woman and woman becoming the greatest enemy is the ultimate divisive force that happens. So unless ladies learn to trust each other, this is badly affecting her relationships as well. Her relationships with others are also taking a toll because of the insecurities that she's holding within her. And unless the home front is a palatable and a good atmosphere, that will totally reflect on her efficiency on the work front as well. And I have seen that the HRs who are supposed to listen to the grievances of the employees and to find redressal for the grievances are simply not bothered about the well-being of the employees, especially when it is women. I am personally one of the members of the sexual harassment cell of Malabar Hospital, Ernipalam, and I know how difficult it is for a woman to come up and speak about what happened to her with respect to a man. Nobody is ready to believe her. Nobody wants to believe her because she says that they are confronted with the topics as like, you would have done something, that's why this is happening. You are not cooperating, so this is happening. The thing is, I feel if women and women hold hands together, there can certainly be a great revolution to insist the lawmakers and the governmental policies to change. And to bring about change, it's not easy unless and until women hold hands together and work towards a specific goal. You cannot pull down another sister and say that I want to go ahead and get gender equality. That's not possible. You have to hold hands together if you want good results. I would say that there is a solution for this, for which the lady or the woman should be focused on their priorities. They should know what exactly they want to attain in life. Second, they have to certainly take care of their well-being, and they have to be nurturing to themselves and incorporate self-love. In short, women need to learn to manage expectations, which is causing them stress and psychosomatic disorders, resolve the internal incongruence first, and then learn to be cooperative if they really want to achieve the gender equality in time. Even now, if we can say, over the past 40 years, there has been tremendous progress as far as the women employment is concerned. But it is not only the employment. She needs recognition. She needs support.
She needs help. And for that reasons, it is very important that women join together without having difference of opinion. And even if there's difference of opinion, to be supportive to the woman, to be nurturing, and then say that these are the differences of opinion, instead of having an open fight. And fight and aggression will never solve any issues. So this is what I have felt over the past 8 years of my professional arena. And I feel strongly for women. Women need to trust other women in relationships and in work. Then only they will be able to uplift each other. There is a saying in Malayalam, "Orumayundengil olakkamelum kadakam." So that's apt as far as this case is concerned. And I'm sure women will succeed. Women will attain that position sooner or later. But they cannot hate men and show aggression towards men and then achieve it. No, we need harmony. For harmony, we need the support of men and women. This is what I feel. Thank you once again. Thank you so much for giving me this opportunity to share my views. Thank you. Thank you so much, Sangeeta, for your presence and your wise words. As always, Sangeeta, സംഗീതയും ഞാനും ദീപയും ഒക്കെ ഞങ്ങള് ഒരു കോടതിയിലുണ്ടായിരുന്നു for so many years, like almost like 5 to 6 years. Yeah, Nice I to have see had you the here. privilege to be with you. Yes. Thank you so much. So moving on, Thank you so Deepa. Deepa, is the video ready to play? Yeah. Video നമ്മളത് ശരിയാക്കിയിട്ടുണ്ട്. It's a beautiful video from Sydney. നമ്മളെ വുമന്റെ ഒരു ട്രാൻസിഷൻ പണ്ട് മുതൽ അന്ന് തുടങ്ങി ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു നല്ല ഒരു വീഡിയോ. Lins, do you want to give an intro of that? And then we can play the video. Okay, thanks. Sure. And once again, thank you everyone for your patience. So this video is it's a beautiful video from a group of lovely ladies from Sydney, Australia, titled "The Unchanging Essence of a Woman." Then and Now by Sansim Production, coordination and execution by Simi Santosh, Chantrika Sundar, Rose Siju Johnny, Priya Balan. It looks like we are having some issues again. ഇപ്പൊ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ സൗണ്ട് വരുന്നില്ല. We'll try once again. Woman. Yeah, it's coming. The Times of India, in their article on the essence of being a woman, have written, and I quote, "A woman is the very existence of nature. She is Shakti and the very embodiment of supreme energy. A woman is a personification of ageless beauty, selfless love, purity, grace, and dignity. She is the pillar of strength, not only to her family, but also to the society and the country as a whole." A group of ladies from Edmondson Park, Sydney have put together a presentation proving that though life and lifestyles have changed, the essence of a woman remains the same all through time.
the unchanging essence of a woman, then and now. തെളിഞ്ഞാലും എണ്ണവറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണവറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങൾ. കാറ്റിൽ വീഴാമെഴുതിരി നാളം ആരോ തന്നു വഴികളിൽ. കാണാൻ തോന്നും കനവെഴുതുന്നു ആരോ വന്നെൻ മിഴികളിൽ. ആകാശമേ നീ കൈ നീട്ടിയോ സ്നേഹച്ചിറകു തരുന്നോ. മോഹച്ചുകപ്പോടെ പന്നീർ പൂവുകൾ. We cannot conclude this presentation without remembering our mothers, grandmothers, aunts,
teachers, and many other wonderful women who has played and still plays a huge role in shaping who we are today. In the past, we thrived in big joint families. Though times have changed, parents still continue to be a part of our lives through our daily talks, video calls, and even the occasional visits they do to spend more time with us, showering us with their love and wisdom. So to all the women around the world, wherever you are, whatever phase of life you may be, remember that we are strong, full of love and compassion, with the ability to face any storm that comes our way. Live your life to the fullest, and may your essence enhance the flavor of every environment that you belong, and be proud of who you are. Wow, that was such an amazing video. Thank you so much for all the participants. Our program is supported by Lira Jewelers, by Ms. Lima Vijay and Rashmi Sajan at Sydney, Australia. They are offering 25% discounts for all our WMC members and viewers of this program until this month end. So please do visit. Moving on. Our next program, we have a beautiful classical dance by Renu Nair. Renu Nair is a Bharatanatyam and Mohiniyattam dancer who has performed at various stages internationally. She has a master's degree in Bharatanatyam and currently working as a classical dance tutor in Perth, Australia. Sit back and enjoy the dance. Hi, Linz. The video is still not yet on, so please continue with the next speaker. We can play it next, if you don't mind. Thank you. Okay, sure. Next, I would like to call Mira, Executive Committee Member, Women's Forum, Brunei Region, to introduce our third guest speaker, Dr. Thomas George. Over to you, Mira. Hi. Happy Women's Day to all. Kelkamo? Kelkamo? Can you hear? Yes, we can hear you, Mira. Please go on. ഇന്നത്തെ നമ്മുടെ WMC ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ സംഘടിപ്പിക്കുന്ന വിമൻസ് ഡേയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു തോമസ് കെ ജോർജ്. പ്രായഭേദമന്യേ അദ്ദേഹത്തിനെ നമ്മൾക്ക് തൊമ്മൻ എന്ന് വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ പറഞ്ഞാൽ 1 മണിക്കൂർ തികയാതെ വരും. എന്നാലും അദ്ദേഹത്തിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. PhD in സൈക്കോളജി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പൊൻതൂവൽ തന്നെയാണ് 72 hours കണ്ടിന്യൂസ് ആയിട്ട്
പ്രസംഗം നടത്തി ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് യൂത്തിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ്, പിന്നെ മറ്റൊന്ന് ഏറ്റവും മാതൃകയാക്കേണ്ടതും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ എല്ലാവരും മാതൃകയാക്കേണ്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ കോളേജായ ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ്. എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് തൊമ്മൻ. നമ്മൾ മലയാളികൾ ഹൃദയത്തിലേറ്റി നടക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. അദ്ദേഹത്തിന് നമ്മൾ എല്ലാവരും വിളിക്കുന്നത് ലാലേട്ട എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് കേരളീയർക്ക് അഭിമാനപൂർവം ഇദ്ദേഹത്തിന് തൊമ്മൻ എന്ന് വിളിക്കാം. വെരി ഗ്ലാഡ്ലി ആൻഡ് cheerfully I am welcoming Dr. Thomas K. George. Thank you, Meerachi, so much, and good evening all. ഞാൻ പറയുന്ന കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ക്യാമറകൾ ഓണായി കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇഫ് ദർ ഇസ് എ പ്രൊവിഷൻ, പറ്റുന്നവർക്ക് നിങ്ങൾ കഴിക്കുന്നതോ കുടിക്കുന്നതോ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ പെറ്റിനെ കളിപ്പിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് ഇഫ് ദ ക്യാമറാസ് കൻ ബി ഓൺ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ഇഫ് പോസിബിൾ. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് ഈ 2-3 കലാപരിപാടികൾ കണ്ടപ്പോഴ് ഞാൻ മീരയ്ക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അത് വേണോ വേണ്ടോ എന്നുള്ളത് മീരയുടെ നിന്ന് എനിക്ക് മറുപടി കിട്ടിയില്ല. ഇന്ന് പറഞ്ഞിരുന്നു ഞാനൊരു കോളേജ് നടത്തുകയാണ്. അപ്പൊ അവിടെ ഒരു വിമൺ എംപവറിന് വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റ് പ്ലേ അവര് റെയിൽവേ സ്റ്റേഷനിലും പാലക്കാട് സിവിൽ സ്റ്റേഷനിലും പോയി ചെയ്തിരുന്നു. ഇറ്റ് വിൽ ടേക്ക് 10 minutes. എന്റെ ഇതിന് എനിക്ക് കട്ട് ഷോട്ട് ചെയ്യാം. അത് കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ വി വിൽ ഡു ഇറ്റ്. ഇഫ് നോട്ട് വി വിൽ കണ്ടിന്യൂ. നിങ്ങളെല്ലാം ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ആണ്, വീഡിയോസ് എല്ലാം റെക്കോർഡ് കണ്ടു. പക്ഷെ അങ്ങനെ അല്ലാതെ ലൈവായിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് തംസപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക. ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. നിങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ സ്ട്രീറ്റ് പ്ലേ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുള്ള ഒരു സാധനമായിരിക്കും എന്നുള്ളത് തോന്നിയതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇഫ് യെസ്, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സെഷൻ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കോ ദീപ. സ്ട്രീറ്റ് പ്ലേ എന്ന് പറഞ്ഞാല് അത് എത്ര സമയം എടുക്കും? 10 minutes എടുക്കുക. 10 minutes ഉണ്ട്. അത് കുറച്ച് കൂടുതലല്ലേ ദീപ? അതെ, നമ്മൾ കുറച്ച് കോൺഷ്യസ് ആണ്, കാരണം പലരും പല ഫൈൻ. അല്ല, എന്റെ ടൈമിൽ നിന്ന് ഞാൻ കട്ട് ഷോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. വേണ്ടെങ്കിൽ വേണ്ട, നോ ഇഷ്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഗോ ഹെഡ്. ഓക്കെ, അല്ല ഓക്കെ, ബാക്കിയുള്ളവരുടെയും കൂടെ അഭിപ്രായം കിട്ടുകയാണെങ്കിൽ ഞാനത് എല്ലാവരുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ. നമുക്ക് അതിന് സമയം കളയണ്ട. ഒന്ന് തംസപ്പോ എന്തെങ്കിലും അതിൽ ചാറ്റിൽ ഇട്ടാൽ മതി. എനിവേ ഐ സ്റ്റാർട്ട് വിത്ത് മൈ സെഷൻ. ആരെങ്കിലും ഒന്നുകിൽ അപ്പോ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് അവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാനെങ്കിലും. ഓക്കെ, അപ്പം ഡോക്ടർ തോമസ്, നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ. യെസ്, അത് ചെയ്യാം സർ. പ്ലീസ് ഗോ ഹെഡ്. ആണോ? യെസ് ആണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻ, ഞാനത് ചെയ്യിക്കാം സർ. ഐ ഡു ദാറ്റ്. എനിവേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അവരവിടെ ഒന്ന് ഇപ്പൊ ഞാൻ അവർ ടെസ്റ്റ് പറഞ്ഞ 1 minute കൊണ്ട് അവരൊന്ന് റെഡി ആവണം, അത്രേ ഉള്ളൂ. ഐ സ്റ്റാർട്ട് വിത്ത് മൈ സെഷൻ. ഇൻ ബിറ്റ്വീൻ വിൽ ഹാവ് ഇറ്റ് ഓർ ആഫ്റ്റർ ദി സെഷൻ ബിഫോർ ദി ക്വസ്റ്റ്യൻസ് വിൽ ഗോ. എനിക്ക് വളരെ കുറച്ച് കാര്യം പറയാനുള്ളൂ. കാരണം വിമൺ എംപവർമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനും ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് പറയുമ്പം വളരെ കുറച്ചും പറയാനുള്ള ഒരാളാണ് ഞാൻ. ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ വിഷയം മനഃശാസ്ത്രമായതുകൊണ്ടും ഞാൻ ഒരു ഡോക്ടറിന്റെ ഒരു ടോക്ക് കേട്ടതിൽ ഒരു ലേഡിയാണ്, ഷീ ഈസ് നോട്ട് എ മലയാളി, ഷീ കെയിം ഹിയർ ആൻഡ് അഡ്രസ് ദി എൻറ്റയർ സ്റ്റുഡൻസ് ആൻഡ് ദേ ആസ്ക്ഡ് മീ നിങ്ങൾ റെഡി ആവുകയാണെങ്കിൽ പറഞ്ഞോളൂ, ഇമ്മീഡിയറ്റ്ലി വിത്ത് ക്യാമറ റെഡി. ഡാനിയോട് എൻ്റെ ലോഗിനിൽ കൂടെ കയറാൻ പറയാം. സ്ക്രീൻ ഷെയർ റൈറ്റ്സ് തോമസ് ജോർജ് ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ആൻഡ് വി കൻ സ്റ്റാർട്ട്. ഓക്കെ, അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്താണ്. സോ ദി ക്വസ്റ്റ്യൻ ആസ്ക്ഡ് വാസ്, MBA പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും, PG പഠിക്കുന്ന 21 വയസ്സുള്ള കുട്ടികളായിരുന്നു. അവരോട് ചോദിച്ചൊരു ചോദ്യം, പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ പേരെന്താണ്, സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിന്റെ പേരെന്താണ്? അപ്പൊ എല്ലാവരും വളരെ തമാശയും താത്തി ചിരിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഞെട്ടുമെന്നറിയില്ല. എൻ്റെ കുട്ടികളിലെ 50% പോലും അറിയില്ലായിരുന്നു അത് ലിംഗവും യോനിയുമാണെന്ന്. നാട്ടിൽ വേറെ പല വാക്കുകളിലാണ് നമ്മളതിന് പറയുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കും അതേ അവർക്ക് അറിയുള്ളൂ.
എല്ലാവരും പ്രായപൂർത്തിയുള്ളതെങ്കിൽ നമുക്കൊക്കെ കായും പൂയും ഒക്കെ നമുക്കറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അങ്ങനെയല്ല. ലിംഗവും യോനിയും എന്ന് പറയാൻ അറിയാത്തവരായിരുന്നു 50% കൂടുതൽ ആൾക്കാർ. This is a very shocking thing. What is the relevance of that topic with respect to child abuse? നമ്മളൊരു കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ അടുത്ത് പറയും, ഇതെന്താ നെറ്റി, ഇതെന്താ കണ്ണ്, ഇതെന്താ മൂക്ക്, ഇതെന്താ വായ, ഇതെന്താ ചുണ്ട്. ഇത് പതുക്കെ ലൈംഗിക അവയവത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചീ മിണ്ടരുത്, തൊടരുത്, അതിനെക്കുറിച്ച് പറയരുത്. അമ്മ ഈ ഒരു ആസ്പെക്റ്റ് ആണ് എല്ലാ അഥവാ മിക്ക പേരൻസും കാണിച്ചു കൊടുക്കുന്നത്. സ്കൂളിൽ ചെന്നാൽ ടീച്ചേഴ്സ് ഒക്കെ തന്നെ അത് ഇച്ചി എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ ഒരു കുഴപ്പം ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാല് അമ്മ അവൻ എൻ്റെ കവിളി കുത്തി, അവൻ എൻ്റെ മൂക്കി തട്ടു, അവന് എൻ്റെ ലൈംഗികാവയവത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അത് മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് അവൻ വിശ്വസിച്ചത്. കാരണം അതെന്തോ മോശമായ കാര്യമാണല്ലോ. അപ്പം ഞാന് ചൈൽഡ് അബ്യൂസിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദ പേഴ്സൺ ഇസ് ടച്ച്ഡ് മീ എന്നുള്ളൊരു പറയാൻ പോലും ആ കുട്ടിക്ക് കാരണം അത് എവിടെ തൊട്ടു എന്നാ പറയേണ്ടത്, എന്ത് ചെയ്തു എന്നാ പറയേണ്ടത്. ഐ എം സോറി, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇത് എന്തോ ഒരു ടാബുയോ ഇതൊക്കെ എന്തോ തെറ്റ് പാപം എന്നുള്ള രീതിയിലാണ് ചെറുപ്പം തൊട്ട് ഇറ്റ് ഹസ് ബീൻ പ്രോഗ്രാം. രണ്ട്, ഇപ്പം ഇന്ന് ഒരുപാട് പല രാജ്യങ്ങളിലും ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പല ട്രെയിനിലും ചെന്നപ്പോൾ ഒക്കെ അവിടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്തൊക്കെയാണെന്നുള്ളത് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ്, കാരണം എനിക്ക് ഈ ഒരു ടോപ്പിക് കിട്ടിയപ്പം ഞാൻ ഇതിലെന്താ ഞാൻ പറയാന്ന് ഓർക്കുകയും രണ്ടാമത് ഈ ടോപ്പിക് എനിക്ക് കിട്ടിയത് ഒത്തിരി അനുഗ്രഹം എന്ന് ആലോചിച്ചിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈൽഡ് അബ്യൂസിന് ഇരയായ ഒരു കുട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് എത്ര വളർന്നു കഴിയുമ്പോഴും അത് പലപ്പോഴും ഉള്ളിലോട്ട് വലിയുകയും പുറത്തോട്ട് വരാതെ അങ്ങനെ പല ഫ്രസ്ട്രേഷൻസും ഇറിറ്റേഷൻസും എല്ലാം കൊണ്ടും പല രീതിയിലിരിക്കുന്നു. ചില കേസുകളിലൊക്കെ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ അവർ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, തമ്മാ ഞാൻ ചീത്തയാണ്, എന്തു പറ്റി, എന്നെ ചെറുപ്പത്തിൽ ആരോ എന്തോ ചെയ്തു. ഞാൻ ചോദിച്ചു, മോളുടെ ചെറുപ്പത്തിൽ ആരോ മോളെ എന്തോ ചെയ്തു, മോളാണോ ചെയ്തത് അയാളാണോ ചെയ്തത്? അയാളാ ചെയ്തത്, പക്ഷെ എന്നാലും അത് എന്റെ തെറ്റല്ലേ? കമോൺ, ഗുഡ്. രണ്ട്, അത് അപ്പം ആരോ ചെയ്തു. മോക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമായിരുന്നു? എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എനിക്കും ഒന്നും അറിയാത്ത പ്രായത്തിൽ എന്നെ തൊണ്ടിയതും മാന്തിയതും എന്നെ ലൈക്കിനോ ആ ഒരു ഭാഗത്തിനെ വലിയൊരു കുറ്റബോധമാക്കി വളർത്തുന്ന ഒരുപാട് പേരെ എനിക്ക് കാണേണ്ടതായിട്ട് വന്നു. ഞാൻ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എടുക്കുമ്പം അതിൽ ഫൊർഗിവ്നെസ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കുമ്പം ഈ എന്താ പറയാ സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പം പല റിയാക്ഷൻസ്, അത് ഫൊർഗീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര റിയാക്ഷൻസ് വരും. അതെന്താ അങ്ങനെ ചെയ്യുന്നവരെ വെറുതെ വിടണമെന്നാണോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് വരുമ്പോഴാണ് ചിലവർ പറയുക, ഐ ഹാവ് ബീൻ എ വിക്ടിം ഓഫ് ദിസ്. ആ സമയത്ത് പലരും, ടു യോർ ഷോക്ക് ടു മൈ ഷോക്ക്, ലെറ്റ് മി ടെൽ യു, പെൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ആൺകുട്ടികളും ഈക്വലി എണീറ്റ് എന്ന് പറയണു, ഐ ഹാവ് ബീൻ സെക്ഷലി അബ്യൂസ്ഡ്. ആരൊക്കെ? Maybe my neighbor, maybe my servant, maybe my uncle, maybe my relative, maybe my friend, maybe my classmate, maybe my tuition teacher, maybe my school teacher, maybe I do not know. That list goes on and on. അപ്പം അതില് പറയാൻ വന്നൊരു കാര്യം, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത് പറഞ്ഞത്. ഇത് നല്ലതല്ല എന്ന് ആ കുട്ടിക്ക് അപ്പൊ തന്നെ അമ്മയോട് പറയാൻ ഒരു ഭാഗം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. നമ്മൾ ഇതിനെ എന്തോ ഒരു ചീത്ത അതിനെക്കുറിച്ച് പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്ന് നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചപ്പം അവര് പറയാതെ പോയത് അവിടെ തൊട്ടതും അവിടെ എന്തെങ്കിലും ചെയ്തതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്തെന്ന് ഒരു കൊച്ചു കുട്ടീനെ പഠിപ്പിച്ചിട്ട് ആ ബാഡ് ടച്ച് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ പറയണം എന്നുള്ളൊരു ഭാഗം. ഇത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് encourage your child to talk. Child or പേരക്കുട്ടിയോ ആരോടാണെങ്കിലും കൊച്ചിനോട് പറയാൻ ഇങ്ങനെ പറന്ന് പറയാനുള്ളത് പ്രോത്സാഹിപ്പിക്കുക. അമ്മാ എന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ. എൻ്റെ സാറേ, എൻ്റെ കൊച്ചിനോട് എന്ത് പറഞ്ഞാലും അതൊരു മറുപടിയും പറയില്ല. അതിനോട് ഞാൻ
അങ്ങനെയല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ കൊച്ചെപ്പോഴൊക്കെയോ നമ്മുടെ അടുത്ത് പറയാൻ വന്നപ്പോൾ നമ്മുടെ തിരക്ക് കാരണം കൊണ്ടോ നമ്മുടെ വീട്ടിലത്തെ പല പല കാര്യങ്ങൾ കൊണ്ടാവും. ഓഫ് കോഴ്സ് ദർ ആർ റീസൺസ്. നമ്മളത് കേൾക്കാൻ തയ്യാറാവാതായപ്പം അയാൾ പറയാതായി പോയതാണ്. അപ്പം വാട്ട് വി നീഡ് ടു ഡു ഈസ് വി നീഡ് ടു ലിസൺ ടു വാട്ട് ദേ വാണ്ട് ടു സേ. അപ്പം ഇപ്പൊ ഇനിയും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോനെ എന്തെണ്ടാ സ്കൂളിലത്തെ വിശേഷം? ആ സ്കൂളിലത്തെ വിശേഷം എന്താ, സ്കൂളൊക്കെ അങ്ങനെ പോകുന്നു. അല്ല അത് നീ ലൈക്ക് നിന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്, ടീച്ചർമാരൊക്കെ അവിടെ ഉണ്ട്, അവർ പറയാത്തതാണ്. ഇനി ഇത് എങ്ങനെയാ പറയിപ്പിക്കണ കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം പറയും, അയ്യോ ഇന്ന് ഞാൻ ഓഫീസിൽ ചെന്നപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളൊരു ഭാഗം. പക്ഷെ ഒരു ഭാഗം വളരെ കോഷ്യസ്, മൂന്നാമത്തെ പോയിന്റിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യം, അവരെന്തെങ്കിലും പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യരുത്. അമ്മാ അവനെ എന്നെ ഇങ്ങനെ തോണ്ടിയപ്പോണ്ട് ഒരൊറ്റ ഇടി ഇടിച്ചു, ഞാൻ മുഖം നോക്കി ഇടിച്ചു. ഉടനെ നീ ആരാടാ ഗുണ്ടയോ, നീ എന്താ അവനെ തല്ലുന്നതെന്ന് പറഞ്ഞു. ഹലോ, നമ്മൾ റേസ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് വെച്ചാല് സരസമായിട്ട് പറയാം. ജോസഫേട്ടൻ ഒക്ടോബർ 2 പത്രം മുഴുവൻ വായിച്ചുകൊണ്ട് വന്നു. മോള് മുതൽ താഴെ വരെ വായിച്ചു വന്നപ്പോഴാണ് അതില് മദ്യപാനത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഫുള്ള് കൊടുത്തിരുന്നു. വായിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായി. ഓ ഗോഡ്, നിർത്തി, ഇനി മേലാലില്ല. എന്താ ജോസഫേട്ട? പത്രം വായന. അല്ലാതെ കുടിക്കലൊന്നും നിർത്തിയിട്ടില്ല, പത്രം വായിച്ചതാണ് ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ അവരത് ചെയ്തു. ആ ചെക്കൻ എന്റെ പുറകെ നടക്കണു, നീ എന്തിനാ? ഹലോ, ആ സമയത്ത് റിയാക്ട് ചെയ്യാതെ കേട്ടോണ്ടിരുന്നിട്ടില്ല എങ്കിൽ അവൻ പോണതോ പറയണതോ ഒന്നും അവൻ ആ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല, പക്ഷെ പറയില്ല എന്നുള്ളത് മാത്രമേ. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ സെക്ഷൽ ഓർഗൻസ് തൊട്ട് സെക്സിനെ പറ്റി മാന്യമായിട്ട് ഇത് നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റം, നമ്മുടെ എന്താ പറയുക ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെ തന്നെ നമ്മൾ ഒട്ടും സങ്കോചം ഇല്ലാതെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സെക്ഷൽ സിസ്റ്റം. പറയാൻ പറ്റുന്നത്രയും. റെഡിയാണോ? കേറിക്കോളൂ. എൻ്റെ ഒരു പോയിന്റും കൂടെ പറയാനാണ്. രണ്ടാമത്തെ പറഞ്ഞ കാര്യം, ലെറ്റ് ദ പേരൻസ് ടീച്ച് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. പാരൻസ് തന്നെ അല്ല, അത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ നമ്മുടെ WMC തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, അവരെ നമ്മൾ ഉപയോഗിക്കുക. 3, നടക്കുന്ന ഓരോ ദിവസത്തെ എല്ലാ കാര്യങ്ങളും അവരെ കൂടി ഇങ്ങനെ നിർത്താതെ പറയാൻ പഠിപ്പിക്കുക. അത് നമുക്ക് ഇച്ചിരി മെനക്കെടാണ്, പക്ഷെ മെനക്കെട്ടേ പറ്റൂ. കംപ്ലീറ്റ് പറഞ്ഞോട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പം അതിൽ ഈ ആവശ്യമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇവിടെ എൻ്റെ ഒരു വേറൊരു കൊളീഗ്, ഇവിടെയുള്ള വേറൊരാൾ പറഞ്ഞാണ്, കൊച്ചിനെ കുറിച്ച് ഞാൻ ഞെട്ടിപ്പോയി. എന്തു പറ്റി? എൻ്റെ കസിൻസ് വന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പം എന്തോ പഠിച്ചു കഴിഞ്ഞപ്പം ലൈക്ക് അവര്, ഇതൊരു കൊച്ചുകുട്ടിയാണ്, LKG ഇപ്പൊ കയറിയിട്ടുള്ളൂ, അവരുടെ ബ്രസ്റ്റിലാണ് പിടിച്ചത്. ഇവിടെ പിടിച്ചാൽ എന്തോ ഇത് വലുതാവുന്ന ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞത്. അമ്മ ഞെട്ടിപ്പോയി. പക്ഷെ അത് ആ പറയാനുള്ളൊരു ഭാഗം അവളെല്ലാം ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ടാണ് അമ്മയ്ക്ക് അറിയാൻ പറ്റിയതും അത് സെപ്പറേറ്റ് ചെയ്തതും. ഇനി ഈ കസിൻസ് എന്ന് പറഞ്ഞത് വലിയ പ്രായമുള്ളവരൊന്നുമില്ല, അവരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ദിവസം എൻ്റെ ഒരു കോളേജിലെ, വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു കുട്ടി വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അവനെല്ലാവരും കൂടെ കളിയാക്കിയെന്നും പറഞ്ഞ വലിയ പ്രശ്നമാണ്. അമ്മ വിളിച്ച് കരച്ചിലോ. ഇവിടെ മുതൽ ഞാൻ കോയമ്പത്തൂർ വരെ യാത്ര ചെയ്ത്, കോയമ്പത്തൂർ വരെ അവർ നിർത്താതെ എൻ്റെ കൊച്ചിന് അങ്ങനെ എല്ലാവരും ഇങ്ങനെയായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 2 ചോദ്യം ചോദിച്ചു. മോനെ, എന്ത് ചെയ്യാം? ഒന്നുകിൽ ഞാൻ എല്ലാവരോടും മിണ്ടരുതെന്ന് പറയാം, 2 നീ നിന്നെ തന്നെ സ്ട്രോങ് ആക്കുക. എനിക്ക് ഇവിടെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നീ ജോലിക്ക് പോകുമ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആരെങ്കിലും കളിയാക്കും, ഇതനുസരിച്ചൊക്കെ നീ ഡെസ്പ് ആവാന്ന് വെച്ചാൽ നടക്കില്ല. ഫ്രണ്ട്സ്, ഇതേപോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രീതിയിലും പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ആരോടും എക്സ്പോസ് ചെയ്യാതെ മാറ്റി വെച്ചാൽ ഇവരെ എപ്പം എക്സ്പോസ്ഡ് ആവുന്നു ആ സമയത്ത് പല പ്രശ്നങ്ങളും സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ കുട്ടി എല്ലാവരും കൂടെ ചിരിക്കുകയും കളിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്തോട്ടെ, പക്ഷെ അവരെ സ്ട്രോങ് ആയിട്ട് എംപവർ ചെയ്യുക. എന്തെങ്കിലും സംഭവിച്ചാൽ പറയാനും ഏതൊക്കെയാണ് നല്ലതും ചീത്തയും എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക. അടുത്ത ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ദാറ്റ് ഈസ് അബൌട്ട് ദി മൊബൈൽ ആൻഡ് ദ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടർ കോമൺ ആയിട്ടുള്ള സ്ഥലത്തിൽ വെക്കാൻ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിൽ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക.
റൂമിൽ അടച്ചിട്ട് വെക്കേണ്ട കാര്യമില്ല, ഓപ്പൺ ആയിട്ട് വെച്ചോളൂ എന്നുള്ളത്. 2, അവരുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും. അവർക്ക് പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്കും കയറി നോക്കാൻ പറ്റണം. ഇവിടെ തിരിച്ചൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ അവരും എടുക്കും. അപ്പം അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഇന്നും നടക്കുള്ളൂ. ഇന്നത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അച്ഛനെന്തിനാ എന്റെ മൊബൈൽ എടുത്തിരുന്നു, അച്ഛൻ്റെ മൊബൈൽ എനിക്കെന്താ, അല്ല മോനെ അതിനകത്ത് കുറച്ച് പാടില്ലടാ, കുട്ടികളൊന്നും കാണാൻ പാടില്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ കുട്ടിയുടെ മൊബൈലിലും അതുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇന്നത്തെ പിള്ളേർ നല്ല സ്മാർട്ടാണ്, നല്ല ബുദ്ധിയുള്ളവരാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ നിർത്തുന്നു. ഹിരൺ അവിടെ ഉണ്ട്. ഹിരൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാം കാണാം. അത് കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലേക്ക് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഐ കണ്ടിന്യൂ ഇഫ് ദർ ഈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. I think we are on time. Okay, start ചെയ്തോട്ടെ? Start ചെയ്തോളൂ. Okay. എല്ലാവരും ഒന്ന് മൊബൈൽ ഓൺ ചെയ്ത് വെക്കാമെങ്കിൽ അവർക്കതൊരു പ്രോത്സാഹനമായിരിക്കും. കിരൺ പ്ലീസ് ഫാസ്റ്റ്. യാ കിരൺ മൈക്ക് മ്യൂട്ടാണ്. കിരൺ മൈക്ക് മ്യൂട്ടാണ്. മോനെ മൈക്ക് മ്യൂട്ടാണെന്ന് പറയൂ. I think we will stop. The sound clear alla, we'll carry on without wasting time.
നമുക്ക് സെഷൻ കണ്ടിന്യൂ. ഇത് ഞാൻ ഓഫ് ചെയ്യിച്ചോളാം. കണ്ടിന്യൂ. Okay, now we'll be playing the dance video. ഒന്ന് മ്യൂട്ട് ചെയ്തോടെ. അച്ഛാ എനിക്ക് കുറച്ച് കാശ് വേണം. അച്ഛാ എനിക്ക് പുതിയ മൊബൈൽ വേണം. അപ്ലോഡ് പോകണം. ഓഫ് ഇറ്റ്. അച്ഛാ ഇനി അവിടേക്ക് പറഞ്ഞ 40 ലക്ഷം രൂപ വേണം. ഇനി അവിടേക്ക് കിട്ടിയെടുക്കാൻ അതിന് എന്റെ കല്യാണം അതിനും വേണം കുറെ ലക്ഷങ്ങൾ. വേണ്ടേ കാറ് കൊടുക്കണ്ടേ, ഒരിക്കലും അച്ഛനെ കൂടെ കൊടുക്കണ്ടേ. ഇതൊക്കെ ഒരു നഷ്ടത്തോളം നായകനോട് പറഞ്ഞ പെണ്ണുങ്ങളായ കുറച്ച് കോംപ്രമൈസ് ചെയ്യും. Continue. I'm sorry. Continue with it. എന്റെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് കയറാം. പ്ലേ സ്റ്റോപ്പ് ചെയ്തോട്ടെ. പ്ലേ സ്റ്റോപ്പ് ചെയ്തോളൂ. ഓക്കെ തമ്മ. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോമൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. എനിബഡി? ഒരു കാര്യം ചെയ്യാം, ടൈം ഡിലേ ആയിട്ടുണ്ടെങ്കിൽ സെഷൻസ് അടുത്തേക്ക് കൊടുക്കുള്ളൂ. ചാറ്റിൽ ക്വസ്റ്റ്യൻസ് ഇട്ടാൽ മതി. ഐ റിപ്ലൈ there. Okay. Thank you, Thoman. Thank you so much. Okay, Please, shall we move on? Please proceed. Alex, the video is ready? Okay, yeah, ready. Okay. Lindsay, if you want to give a intro. Sure. So we have a beautiful classical dance by Renu Nair. Renu Nair is currently working as a classical dance tutor in Perth, Australia. So let us sit back and enjoy the dance.
That was an amazing performance, Mr. Renu Nair. Your mudras were very crisp and clear. And cheers for many more stages. Samira, you can go ahead with the vote of thanks. നമസ്കാരം. നമ്മൾ ഇന്നത്തെ WMC ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ സംഘടിപ്പിച്ച വിമൻസ് ഡേ സെലിബ്രേഷന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായിട്ട് I'm expressing my sincere gratitude and thanks to our great speakers like Mrs. Lizzie, Miss Sangeeta Ramamurthy, and Dr. Thomas K. George. Thank you so much. അടുത്തതായിട്ട് എനിക്ക് താങ്ക്സ് പറയാനായിട്ടുള്ളത് on behalf of WMC and me, നമ്മുടെ ഗ്ലോബൽ WMC ഗ്ലോബൽ ലീഡേഴ്സിനോടാണ്. അവർ നമുക്ക് നൽകിയിട്ടുള്ള, നമ്മുടെ പ്രസിഡന്റ് ദീപ പറഞ്ഞതുപോലെ, ഫാർ ഈസ്റ്റ് ഏഷ്യയുടെ ഓസ്ട്രേലിയ റീജിയന്റെ ആദ്യത്തെ പ്രോഗ്രാമാണിത്. ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ പിൻബലവും ഉപദേശവും ഒക്കെ തരുന്ന നമ്മുടെ WMC ഗ്ലോബൽ ലീഡേഴ്സ്, അവരിൽപ്പെട്ട തങ്കമണി മാം, രാജീവ് സാർ, ജാനറ്റ് മാം, ഇർഫാൻ സാർ, TP വിജയൻ സാർ, അജോയ് സാർ, അവർ നൽകിയ സ്പീച്ച്
അത് നമുക്ക് ഉണർവും സന്തോഷവും നൽകുന്നതാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മുടെ WMC ഗ്ലോബലിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള മറ്റ് 1-2 പേര്, അവരുടെ 1-2 പേരുടെ പേര് ഞാൻ പറഞ്ഞു. എന്നിരുന്നാലും അവര് നമുക്ക് നൽകിയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ട്, അങ്ങനെ ടെക്നിക്കൽ മാത്രമല്ല എല്ലാ വിധത്തിലും നമുക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ട്, ലൈക്ക് ഇർഫാൻ മാലിക്, അജോയ്, സന്തോഷ് നായർ ആൻഡ് കിരൺ ജെയിംസ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഒരു കൾച്ചറൽ പ്രോഗ്രാം വേണം എന്ന് പറഞ്ഞപ്പോൾ, അതും നമ്മുടെ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലേഡി ഡേ തന്നെ നമുക്കൊരു ഡാൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വേഗം തന്നെ ഒരു ഡാൻസ് വീഡിയോ അയച്ചു തന്ന മിസ്സിസ് രേണു നായർ. താങ്ക് യു സോ മച്ച്. രേണു നമ്മുടെ പെർത്തിൽ നിന്നുള്ള WMCയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആണ്. അടുത്തതായിട്ട് നമുക്ക് സിഡ്നിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വീഡിയോ. ഇറ്റ്സ് ആൻ അമേസിംഗ് അൺചേഞ്ചിങ് എസൻസ് ഓഫ് വിമൻ ദെൻ ആൻഡ് നൗ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തു. അതിൽപ്പെട്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി സിമ്മി സന്തോഷ്, ചന്ദ്രിക സുന്ദർ, റോസി ജോണി, പ്രിയ ബാലൻ. ഇനി നമുക്ക് ഈ WMC ഈ ഫാർ ഈസ്റ്റ് ഏഷ്യ റീജിയൻ ആൻഡ് ഓസ്ട്രേലിയയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ദീപ സുജിത്. ദീപയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞാനും ദീപയും ലീൻസും ചേർന്ന ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ള ദീപ. താങ്ക് യു സോ മച്ച് ദീപ. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമില് എല്ലാവരെക്കാട്ടിലും കൂടുതലായിട്ട് പറയേണ്ട ഒന്നാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ശ്രോതാക്കളായിട്ട് എത്തിയിട്ടുള്ളവര്. അവർക്ക് എന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിമൻസ് ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സപ്പോർട്ട് നൽകിയിട്ടുള്ള ലീറ ജ്വല്ലറി. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, I am expressing my sincere thanks to our dearest Lins. Thank you, Lins. Thank you so much. So let us wind up now. Deepa, do you have anything to say? Thank you so much, everyone, and I'm really sorry for the technical glitch that we have experienced, and thank you so much for all your patience and watching our program. And നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഫസ്റ്റ് മീഡിയം സൂചിപ്പിച്ച പോലെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. നമുക്കിപ്പം we can identify where നമ്മളുടെ gaps ഉള്ളത്. So obviously technical is one of those things which we will try to improve that for the next time. പറഞ്ഞ പോലെ ലീൻസും മീരയും ഞാനും സുധയും എല്ലാവരും ഞങ്ങളുടെ ടീം മൊത്തം കുറച്ച് ദിവസമായി ഇതിന്റെ പിന്നിലായിരുന്നു. And finally, so happy that നമുക്ക് ഇത് deliver ചെയ്യാൻ പറ്റിയതിൽ, not that 100% best in a technical way, but still. So thanks everyone. And എനിക്ക് എല്ലാ നമ്മളെ ഗ്ലോബൽ ലീഡേഴ്സിൻ്റെ അടുത്തും I wanted to say thanks. Thankamani ma'am, Janet ma'am, and Vijayan sir, Rajiv sir, and Far East ഉള്ള എല്ലാവരും. Particularly, I wanted to name few of them. They were really supportive for us. ഈ program conduct ചെയ്യാനായിട്ട് ഇർഫാൻ മലിക് and സന്തോഷ് നായർ, കിരൺ ജെയിംസ്, അതുപോലെ അലക്സ്, എല്ലാവരും വളരെയധികം സപ്പോർട്ടീവും ഹെൽപ്ഫുൾ ആയിരുന്നു. So thanks everyone, and thanks to my team. Thank you everyone. Thanks Lynn. Thanks Meera. Okay. Thank you so much. So let us wind up. So it's been a pleasure being with all of you today.
Thank you. Hope you all had a great time here. Good night. Thank you. Thanks. Bye. Bye. Good night.